വെൽക്കം ടു ഹെന്നാസ് ഇംഗ്ലീഷ്. ഞാൻ നിന്നെ മാളിലേക്ക് കൊണ്ടുപോകാം. ഈ സെൻറ്റൻസ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ വിൽ ടേക്ക് യു ടു ദ മോൾ. എങ്ങനെയാണ്? ഐ വിൽ ടേക്ക് യു ടു ദ മോൾ. ഞാൻ നിന്നെ മോളിലേക്ക് കൊണ്ടുപോകാം. ടേക്ക് എന്ന വാക്കിനെ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത് എടുക്കുക എന്ന അർത്ഥത്തിലാണ്, അല്ലേ? എന്നാൽ ടേക്ക് എന്ന വാക്കിനെ കൊണ്ടുപോകുക എന്ന അർത്ഥവുമുണ്ട്. ഐ വിൽ ടേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുപോകാം. യു നിന്നെ, ടു ദ മോൾ മോളിലേക്ക്, ഞാൻ നിന്നെ മോളിലേക്ക് കൊണ്ടുപോകാം. ഇനി ഞാൻ കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോവുകയാണ്. എങ്ങനെ പറയാം? ഐ ആം ടേക്കിംഗ് ദ കിഡ്സ് ടു സ്കൂൾ. എങ്ങനെയാണ്? ഐ ആം ടേക്കിംഗ് ദ കിഡ്സ് ടു സ്കൂൾ. ഞാൻ കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഐ ആം ടേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുപോവുകയാണ്. ദ കിഡ്സ് കുട്ടികളെ, ടു സ്കൂൾ സ്കൂളിലേക്ക്, ഞാൻ കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോവുകയാണ്. അടുത്തത്, അദ്ദേഹം എന്നെ കഴിഞ്ഞ മാസം ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയി. എങ്ങനെ പറയാം? ഹി ടുക്ക് മീ ടു ബാംഗ്ലൂർ ലാസ്റ്റ് മന്ത്. എങ്ങനെയാണ്? ഹി ടുക്ക് മീ ടു ബാംഗ്ലൂർ ലാസ്റ്റ് മന്ത്. അദ്ദേഹം എന്നെ കഴിഞ്ഞ മാസം ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയി. ടുക്ക് എന്നത് ടേക്ക് എന്ന വാക്കിൻ്റെ പാസ്റ്റ് ഫോമാണ്. ടേക്ക് എന്ന് പറഞ്ഞാൽ കൊണ്ടുപോവുക, ടുക്ക് എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയി. ഹി ടുക്ക് മീ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്നെ കൊണ്ടുപോയി. ടു ബാംഗ്ലൂർ ബാംഗ്ലൂരിലേക്ക്. ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് മന്ത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസം. അപ്പോൾ കഴിഞ്ഞ മാസം അദ്ദേഹം എന്നെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയി. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് മലയാളം സെൻറ്റൻസുകൾ തരാം. നിങ്ങൾ അതിനെ ഒന്ന് സ്വന്തമായിട്ട് ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ ശ്രമിക്കാം. 1. നീ അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയോ? 2. നമുക്ക് അവനെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. 3. നീ അവരെ ഇന്നലെ എങ്ങോട്ടാണ് കൊണ്ടുപോയത്? ഇതിൻ്റെ ശരിയായ സെൻറ്റൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയതിന് ശേഷം ശരിയാണോ എന്നറിയുന്നതിന് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കാം. പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.